നമസ്കാരം. 17ാം ലോക്സഭയിൽ വെറും 5 എംപിമാരിൽ താഴെ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി ഇടതു പാർട്ടികൾ 2019 എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയ ശേഷം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഡു ഓർ ഡൈ എന്ന പോരാട്ടത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ലിബറേഷൻ, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്ന ഇടതു പാർട്ടികൾ കുത്തനെയുള്ള തകർച്ചയ്ക്ക് പണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ 2024 ഇടതുപക്ഷം വൻ മാറ്റങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചരിത്രം മാറ്റിക്കുറിക്കുവാൻ തന്നെയാണ് ഇടതുപക്ഷ മതേതരത്വ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യവും. കഴിഞ്ഞ 2 ദശകങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രകടനം ഇടതുപക്ഷത്തിന് അനുകൂലമാകാതിരുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളയിടങ്ങളിൽ പോലും ബൂത്ത് കൊള്ളയടിച്ച് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തിയത് കൊണ്ടെന്നൊക്കെയാണെന്ന് അന്നത്തെ ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിച്ചാൽ ലഭ്യമാകുന്ന വിവരങ്ങളാണ്. 2004 CPIM 43 എംപിമാരെയും CPI 10 പേരെയും AIFBയും RSPയും 3 വീതം എംപിമാരെ ലോക്സഭയിലേക്ക് അയച്ചപ്പോൾ ഇടതു പാർട്ടികൾ ഉന്നതിയിലെത്തി. CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാൽപ്പാടുകൾക്കൊപ്പം ഒരു ദേശീയ പാർട്ടി എന്ന നിലയും കഴിഞ്ഞ കുറച്ചു നാളുകളായി അപകടത്തിലായിരുന്നു. എന്നാൽ അതിനൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു വൻ തിരിച്ചുവരവാണ് ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. 2009നും 2019നും ഇടയിലുള്ള ദശകത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പതനം രൂക്ഷമായിരുന്നു. 2011 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TMCയോടും ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2018 BJPയോടും ഇടതുപക്ഷം പരാജയപ്പെട്ടിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള കേരളത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 1 സീറ്റ് മാത്രമാണ് നേടാനായത്. 1971 മുതൽ 2009 വരെ CPMന്റെ വോട്ട് വിഹിതം 5% മുകളിൽ തുടർന്നെങ്കിലും 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5.3% വോട്ട് നേടിയത് 2014 3.3% കുറഞ്ഞു. 1962 9.9% വോട്ട് ലഭിച്ച CPI 1967 5%, 1991 2.5% കുറഞ്ഞു. 2004 പാർട്ടിക്ക് 1.4% വോട്ട് ഷെയർ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ ബലഹീനതകൾ, അവസരങ്ങൾ, ഭീഷണികളുമൊക്കെ നന്നായി അരച്ചു കലക്കി വിശകലനം ചെയ്തിട്ട് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലയുറപ്പിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ പോരാടുന്നത്. 1990നും 2009നും ഇടയിൽ ഇടതു പാർട്ടികൾ ദേശീയ തലത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുസ്ഥിരമായ ഒരു സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു എന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്ഥാനം വലിയ ജനപിന്തുണയോടെ തന്നെ നിലയുറപ്പിച്ചാണ് ഇടത് കക്ഷികൾ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അലകൾ രാജ്യവ്യാപകമായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗാൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. CPMനും CPIക്കും സിറ്റിംഗ് എംപിമാരുള്ള തമിഴ്നാട്ടിൽ, കേരളത്തിൽ കോൺഗ്രസുമായി സീറ്റ് വിഭജന ധാരണയില്ലെന്ന് വ്യക്തമാണെങ്കിലും ഭരണകക്ഷിയായ DMKയുടെ സഖ്യത്തിന്റെ ഭാഗമായി പാർട്ടികൾ 2 സീറ്റുകളിൽ വീതമാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ത്രിപുരയിൽ 2 ലോക്സഭാ സീറ്റുകളും BJP കൈവശം വയ്ക്കുകയും ഇപ്പോൾ തിബ്ര മോത്തയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ത്രിപുരയിൽ CPMന്റെ പിന്തുണയോടെ തന്നെ സ്ഥാനാർത്ഥികളെ നിലനിർത്താൻ കോൺഗ്രസും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം ഇനി ഒട്ടും അകലെയല്ല. ജൂണിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കോളിളക്കം സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം.